Market segmentation. Market segmentation is a fundamental concept in marketing that involves dividing a larger market into smaller groups of consumers with similar needs, characteristics, or behaviors. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഒരു വലിയ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മോളർ ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതായത് കൺസ്യൂമേഴ്സിന് പല നീഡ്സ് ആണ്, ഡിഫറെന്റ് നീഡ്സ് ആണ്, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഡിഫറെന്റ് ബിഹേവിയേഴ്സ് ആണ്. ഇങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് നീഡ്സ് ഉള്ളതിൽ നിന്ന് സിമിലർ നീഡ്സ് ഉള്ള കൺസ്യൂമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു കൺസ്യൂമേഴ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതുപോലെ തന്നെ സിമിലർ ബിഹേവിയേഴ്സ് ഉള്ളൊരു കൺസ്യൂമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി നമ്മുടെ വലിയ മാർക്കറ്റിനെ മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വൈഡ് കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലാർജർ മാർക്കറ്റ് ആണ്. അതിനെ നമ്മൾ സിമിലർ നീഡ്സ് ഉള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിഹേവിയേഴ്സ് ഉള്ള കൺസ്യൂമേഴ്സിനെ ഒരു സ്മോളർ ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. This allows business to target specific groups with tailored products, services or messages, increasing the effectiveness of their marketing efforts. ഇങ്ങനെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലെ എന്ത് ചെയ്യുന്നു, എഫക്റ്റീവ്നെസ് കൂട്ടുവാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിങ്ങിന്റെ എഫോർട്സ് അല്ലെങ്കിൽ അവരുടെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ്സിനെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നത് എന്ത് ചെയ്യുന്നു, നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ യുണീക്ക് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പ്രിഫറൻസസ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പാക്കി ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തരം തിരിച്ച് ഡിഫറെന്റ് നീഡ്സ് ഉള്ളവരെ നിന്നും സിമിലർ നീഡ്സ് ഉള്ളവരെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി നമ്മൾ അവർക്കനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കനുസരിച്ച് അവർക്ക് എന്താണോ വേണ്ട ആ സർവീസസ് ആ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന മെസ്സേജസ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ മാർക്കറ്റിംഗ് എഫോർട്സ് എഫക്റ്റീവ്നെസ് ആക്കുവാനും നമ്മുടെ ബിസിനസിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലൂടെ കഴിയുന്നു. കൺസ്യൂമേഴ്സിന്റെ നീഡ് എന്താണെന്ന് നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. നമ്മൾ പറഞ്ഞു നമ്മുടെ ലാർജ് മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ സിമിലർ ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ സിമിലർ നീഡ്സ് ഉള്ള കൺസ്യൂമേഴ്സിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു അല്ലെ. അപ്പൊ അതായത് പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻസ് നടത്താം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമുക്ക് വിവിധ ടൈപ്സ് ഉണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ ഒരു ഒരു സൊസൈറ്റി എടുക്കുകയാണ്. ഇപ്പൊ ഒരു ലാർജർ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിറ്റി എടുക്കുകയാണ്. അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവിധ തരത്തിൽ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ അതായത് ഇപ്പോൾ ജെൻഡർ വൈസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ റിലീജിയൻ വൈസ് എടുക്കുക നമുക്ക്, അല്ലെങ്കിൽ അവരുടെ ഓരോ ആൾക്കാരുടെയും വാല്യൂസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിന്റെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തിരിക്കാം. അപ്പം പല ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ. അപ്പൊ ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ, നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർ ഇപ്പൊ ജെൻഡർ വൈസ് അല്ലെങ്കിൽ ഏജ് വൈസ് അല്ലെങ്കിൽ ഇൻകം, അപ്പം ഒരു സൊസൈറ്റിയിലെ വിവിധ ആൾക്കാരുണ്ട്. അപ്പം ഫീമെയില് മെയില്, അതുപോലെ തന്നെ ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട്. അപ്പൊ അവർക്ക് നീഡബിൾ ആയിട്ടുള്ള, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പം വലിയവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഇതാർക്കും ആവശ്യമുള്ളത്, കുഞ്ഞു കുട്ടികൾക്കുള്ളത് അല്ലെ. അപ്പൊ അവര് ചോക്ലേറ്റ് ആഗ്രഹിക്കുമ്പോൾ മറ്റവർ എന്താഗ്രഹിക്കും, ഇപ്പം മിഡിൽ ഏജിൽ നിൽക്കുന്നവർ എന്താഗ്രഹിക്കും, അവർക്ക് ക്ലോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവരുടെയൊക്കെ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പം ലോ ഇൻകം ഗ്രൂപ്പുകാർ എന്ത് ചെയ്യും, അവരുടെ റേഞ്ചിലുള്ള സാധനങ്ങളായിരിക്കും പോകുന്നത്. ഇപ്പൊ ഹൈ ക്ലാസ് ഫാമിലീസ് ഒക്കെ എന്ത് ചെയ്യും, അവരുടെ റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു.
അപ്പോൾ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ലൈക്ക് ഏജ്, ജെൻഡർ, ഇൻകം, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ ലെവൽ എക്സെട്ര. അതുപോലെ തന്നെ ജോഗ്രഫിക് സെഗ്മെന്റേഷൻ, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ഇനി ജോഗ്രഫിക് സെഗ്മെന്റേഷൻ. ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രി, റിലീജിയൻ, സിറ്റി, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ്, അതിന്റെ ബേസിസിൽ അവിടുത്തെ മാർക്കറ്റിനെ, അവിടുത്തെ ലാർജ് മാർക്കറ്റിനെ സ്മോളർ മാർക്കറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ജിയോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ. സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, വാല്യൂസ്, ഇൻട്രസ്റ്റ്, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. ഇപ്പം ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാർക്കറ്റിനെ സെഗ്മെന്റേഷൻ ചെയ്യുന്നു, ഒരു മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ അവർ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം അവർക്ക് എൻവയോൺമെന്റൽ കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ സ്ട്രോങ് നമ്മുടെ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ്, അവർ കോസ്റ്റ് ഒന്നും നോക്കുന്നില്ല, എത്രത്തോളം കോസ്റ്റ് ആവുന്നു, ലോ കോസ്റ്റ് ആണോ അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ആണോ, അതൊന്നും അവർ നോക്കുന്നില്ല. പക്ഷെ എന്തായിരിക്കണം, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കണം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത്. എന്നാൽ ലക്ഷറീസ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, അവർക്ക് ഇൻഡിവിജ്വൽസിന്റെ ഡിസയർ ഫോർ എക്സ്ക്ലൂസീവ്ലി, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ്, അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അപ്പോൾ ചിലർ എക്സ്ട്രോവേർട്ട്, ചിലർ ഇൻട്രോവേർട്ട് ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വാല്യൂസിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞു, ഓരോ കമ്പനീസും അവർക്ക് വാല്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളുടെ വാല്യൂ ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു, എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരിക്കും ഒരു കമ്പനിയുടെ ലക്ഷ്യം. മറ്റൊരു കമ്പനിയുടെയോ അത് തിരിച്ചായിട്ടായിരിക്കും. അപ്പോൾ അതുപോലെ അവരുടെ വാല്യൂസ്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ്, ഇപ്പൊ എനിക്കുള്ള താല്പര്യമായിരിക്കില്ല, ഇപ്പൊ എനിക്ക് ഏത് ഡ്രസ്സ് ഇടണം എന്ന താല്പര്യമായിരിക്കില്ല നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അപ്പം അതുപോലെ ഓരോ വ്യക്തിക്കും എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുപോലെ ഒരേ സിമിലർ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ബിഹേവിയേഴ്സ്, ഓരോ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഓരോ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എന്താണ്, അവരുടെ പർച്ചേസിങ് ഹിസ്റ്ററി എന്താണ്, അവർ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് റേറ്റിനുള്ള പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അവരുടെ ലോയൽറ്റി എന്താണ്, അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നവരെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അവരുടെ ബിഹേവിയറിനനുസരിച്ച്, അവരുടെ ബിഹേവിയർ എന്താണോ അതിനനുസരിച്ച് സെഗ്മെന്റേഷൻ ചെയ്യുന്നു. അതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു വലിയ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, സ്മോളർ ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ പേഴ്സൺസിന്റെയും ബിഹേവിയർ, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ്, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ എന്തായിരിക്കും, റിലേറ്റഡ് ടു എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഈ പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും, മീൻസ് അവരുടെ പർച്ചേസിങ് ഹിസ്റ്ററി എന്തായിരിക്കും എന്ന് നമ്മൾ ഇപ്പം ഒരു ഷോപ്പ് നടത്തുന്ന ആൾക്കറിയാം, പിന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ഒരു പർച്ചേസിങ് ഹിസ്റ്ററി എന്തായിരിക്കുമെന്ന് അവർ പഠിച്ചിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാർക്കറ്റിനെ അവർ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം റേറ്റ് തന്നെ നോക്കണം, ഹെവി ഉണ്ട് ലൈറ്റും ഉണ്ടല്ലേ. ഹെവി റേറ്റ് ഉള്ളതിനൊക്കെ ആരായിരിക്കും കൊടുക്കുന്നത്, വലിയ വലിയ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ലക്ഷറി ടീംസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വലിയ
വലിയ ലക്ഷറി ബ്രാൻഡ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ കൂടിയ റേറ്റിനുള്ള ഐറ്റംസ് എടുക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ലോ റേറ്റിനുള്ള ഐറ്റംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെവി യൂസേഴ്സിന് പ്രീമിയം പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവര് ഓഫർ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിനെ നമ്മുടെ ലാർജ് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിർമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ദിസ് മെത്തേഡ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻറ്റു സ്മോളർ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, സ്മോളർ ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, സ്മോളർ ഗ്രൂപ്പ് ആക്കി ഇവിടെ മാറ്റുന്നത്. അതായത് B2B, അതായത് ബിസിനസ് ടു ബിസിനസ് അല്ലെ. അങ്ങനെ നമ്മൾ ഒരു കമ്പനിയുടെ സൈസ് അല്ലെങ്കിൽ ഒരു ജോബ് ഫംഗ്ഷന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ബേസിസിൽ ഒരു സെഗ്മെന്റേഷൻ ചെയ്യുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിർമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ അല്ല എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്യുന്നത്, അവര് ബേസ്ഡ് ഓൺ കമ്പനി ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ കമ്പനിയുടെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓർ സെക്ടർ ബേസിൽ അല്ലെങ്കിൽ അവിടുത്തെ ജോബ് ഫംഗ്ഷന്റെ ബേസിൽ അല്ലെങ്കിൽ അവിടുത്തെ റോൾ ഏതാണോ, ഇപ്പൊ IT മാർക്കറ്റിംഗ്, ഫിനാൻസ്, അങ്ങനെ ഓരോ റോൾ ബേസിസിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കൾച്ചറോ അല്ലെങ്കിൽ അവിടുത്തെ വാല്യൂ എന്താണ് അതിന്റെ ബേസിസിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയാ, ടെക്നോളജി അഡോപ്ഷൻ അല്ലെ. ഇപ്പോൾ ഒരു ടെക്നോളജി ആയിരിക്കില്ല മറ്റൊരു കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ജോഗ്രഫിക് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്, അതായത് ഒരു കൺട്രിയോ റിലീജിയനോ ബേസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു സെഗ്മെന്റേഷൻ ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്പനിയുടെ ബേസിസിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ബേസിസിലോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു, സ്മോളർ ഗ്രൂപ്പ്സ് ആക്കി നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിർമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയ മെയിൻ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ, geographic segmentation, psychographic segmentation, behavioral segmentation and firmographic segmentation. നമ്മുടെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മുടെ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐഡന്റിഫൈ ഹൈ പൊട്ടൻഷ്യൽ കൺസ്യൂമർ ഗ്രൂപ്പ്സ്. നമ്മുടെ കൺസ്യൂമറിന്റെ ഇടയിൽ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഗ്രൂപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കില്ലേ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടി കുറച്ച് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. അപ്പം അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും ലോയൽറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യുവാനും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഗെയിൻ ചെയ്യുവാനും ഒക്കെ ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്.